നഗരം പ്രണയലോലയ ഇടപിരിഞ്ഞ സൗഹൃദം മധുര സാന്ദ്രമാ ബോബി എന്താ മമ്മി ഇപ്പൊ ടൈം എത്രേ 5:30 സ്കൂൾ എപ്പോ വിട്ടതാ ഇതുവരെ എവിടെയായിരുന്നു നീ മമ്മി ഞാൻ ക്രിക്കറ്റ് കാണാൻ പഠിക്കാൻ പറഞ്ഞാ മടി മാഷ് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു നിനക്കറിയോ ഇന്ന് ട്യൂഷനുള്ള കാര്യം നീ മറന്നുപോയോ ഇനി ട്യൂഷൻ കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല സോറി സർ സിറ്റ് ഡൗൺ എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു മടുത്തു. വേറെ 4-5 സ്ഥലത്ത് ട്യൂഷനുള്ള ആളാ ഡിസൂസ. അങ്ങേര് 1.5 മണിക്കൂറെ കാത്തിരിക്കുന്നു. എന്നാ അവന് വല്ല ഭാവമാറ്റം ഉണ്ടോ? അതുമില്ല. എന്ന് കരുതി അവനെ ഉപദ്രവിക്കുകയാണോ വേണ്ടത്? എന്നാ ഒരു കാര്യം ചെയ്യ്, അച്ചായൻ തന്നെ അവനെ അങ്ങ് പഠിപ്പിച്ചു. അത് കൊള്ളാം. ഞാൻ ഇനി എന്റെ ജോലികളെല്ലാം കളഞ്ഞിട്ട് അവനെ പഠിപ്പിക്കാതിരിക്കാം. ഇപ്പൊ തന്നെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 11 മണി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നു. നേരെ ചൊവ്വയെ ഒരു ദിവസമെങ്കിലും കുടുംബമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പലപ്പോഴും തോന്നുന്നു എല്ലാം നിർത്തി ഒന്ന് സ്വസ്ഥമായാലോ. ഞാൻ അന്നേ പറഞ്ഞല്ലേ അവനെ നാട്ടിൽ ഏതെങ്കിലും നല്ല സ്കൂളിലാക്കാമെന്ന്. എടി, എന്റെയും നിന്റെയും വിദ്യാഭ്യാസ യോഗ്യത എത്രയാ? സ്വന്തമായി ഒന്ന് പേരെഴുതി ഒപ്പിടാൻ പോലും കഴിയുമായിരുന്നു നിനക്ക്. അത് അച്ചായനും ഇല്ലല്ലോ. അതാ പറഞ്ഞത്, ആ ഗതികേട് അവനുണ്ടാവരുതെന്ന്. ആകെ കൂടി ഒന്നല്ലേ ഉള്ളൂ. അവന്റെ കാര്യത്തിൽ എന്നെക്കാളും ശ്രദ്ധ നിനക്കാ വേണ്ടത്. അവൻ എല്ലാത്തിനും ഒന്നാവനായ അതിന്റെ വിലയൊന്ന് വേറെയാ. അത് പണം കൊടുത്താ കിട്ടൂല മോളെ. ബീന, നീ ഇതുവരെ സ്കൂളിൽ പോയില്ലേ? വന്നില്ല പപ്പ. നീ ഒന്നും പഠിക്കുന്നില്ല, ഭയങ്കര ഉഴപ്പാണെന്നാണല്ലോ നിന്റെ മമ്മി പറഞ്ഞത്.
എത്ര പേരുടെ റെക്കമെൻഡേഷൻ കൊണ്ട് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്നറിയോ? ദേ പരീക്ഷയ്ക്ക് എങ്ങാനും തോറ്റിട്ട് വന്ന ശർമാജി വിളിച്ചാൽ ഞാൻ മിനിസ്റ്റർ കണ്ടല്ല പറഞ്ഞിട്ടു. Bobby Courier, come here. What's this? You performed so bad. You have to bring your parents tomorrow. Yes, ma'am. നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇതെടുക്കരുതെന്ന്? ഒരു 100 കൂട്ടം പഠിക്കാനുള്ളതാ. ഇവിടെ വാ മമ്മി, മിണ്ടി പോരുത്. നാണമില്ലല്ലോ നിനക്ക്? നിന്റെ ക്ലാസ്സിലെ സൈമൺ എല്ലാത്തിനും ഒന്നാമനല്ലേ? ആ ക്യാപ്റ്റന്റെ മോള് ലക്ഷ്മി നിന്റെ ക്ലാസ്സിലല്ലേ? സ്കൂൾ ഫസ്റ്റ് ആണല്ലോ അവള്. ഏത് വിഷയത്തിൽ നിനക്ക് ട്യൂഷൻ ഇല്ലാത്തത്? എപ്പോ നോക്കിയാലും ഉണ്ട് ഒരു ക്രിക്കറ്റും ഒരു ഡ്രോയിങ്ങും. പപ്പി ഇങ്ങ് വരട്ടെ. പരീക്ഷയ്ക്ക് എങ്ങാനും തോറ്റിട്ട് വന്ന You have to bring your parents tomorrow. कितने? 2000. आज बहुत कम है. क्यों? साहब आज विदेशी लोग कम थे. यही नहीं 2-3 बच्चे भूखे थे, उन्हें मैंने पैसे दे दिए. दूसरी बार ऐसा किया मैं तुझे जिंदा नहीं छोड़ूंगा. जा. She's inside, sir. നമ്മുടെ ബോബി അതെ, അവൻ എങ്ങും പോയി കാണില്ല. അവന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിലും അന്വേഷിച്ചില്ലേ? എല്ലായിടത്തും അന്വേഷിച്ചു. കരയാതെ. ഹലോ, ഫെഡറിക്കാണോ? എന്തായി? അവിടെ എത്തിയിട്ടില്ലേ? सर
സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്താലോ? സർക്കിൾ സാറിന്റെ സുഹൃത്തല്ലേ? കുട്ടികൾ വീട് വിട്ടു പോകുന്നതിന്റെ പ്രധാന കാരണം പാരന്റ്സ് ആണ്. 5 വയസ്സാകുമ്പോഴേക്കും 5 ടൺ പുസ്തകം അവനെ കൊണ്ട് ചോപ്പിക്കും. അവന്റെ ഈ പ്രായത്തിൽ മറ്റു കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കാൻ സമ്മതിക്കാറുണ്ടോ നിങ്ങൾ? സ്കൂളിൽ അധ്യാപകരുടെ പീഡനം, വീട്ടിൽ ട്യൂഷൻ മാസ്റ്റർ, അത് കഴിഞ്ഞാൽ നിങ്ങളും. ഒടുവിൽ സ്വന്തം മാതാപിതാക്കൾ ശത്രുക്കളായി മാറുന്നവർക്ക്. താനൊക്കെ ചെറുപ്പത്തിലെ കോൺവെന്റിൽ പോയി ഇംഗ്ലീഷ് പഠിച്ചിട്ടാണോ ഈ നിലയിലായത്? 20 വർഷം മുമ്പ് ഇതേ ഗോവയിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച ഒരു ചെറിയ കടവച്ചലായിരുന്നു എന്റെ ഉടക്കം. ഇംഗ്ലീഷ് പോയിട്ട് മലയാളം നേരെ പോയി സംസാരിക്കാൻ സാധിക്കുമായിരുന്നു എനിക്ക്. പാരന്റ്സ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന് പീഡന മുറകളല്ല എടുക്കേണ്ടത്, അവരുടെ മനസ്സ് മനസ്സിലാക്കിയുള്ള പഠന രീതിയാണ്. തനിക്കറിയാമോ, കുട്ടികളെ കാണുന്നില്ല എന്ന പരാതി ആദ്യമല്ല. അവർ ഒളിച്ചോടാനുള്ള പ്രധാന കാരണം വീട്ടിലെ താളപ്പിഴകളാണ്. സാർ, എന്റെ മോൻ എന്തെങ്കിലും അപകടം? ഏയ്, താൻ വിഷമിക്കുന്നുണ്ടോ? നമുക്ക് ശ്രമിക്കാം. ഏതായാലും ടിവിയിലും പത്രത്തിലും ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ. ട്രൈ. പോലീസുകാരെ പോലെ ഇത്രയും ആത്മാർത്ഥമുള്ള വർഗത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവർക്ക് കിട്ടാനുള്ള സമയാസമയത്തിന് എത്തിച്ച ഒരു പ്രശ്നവുമില്ല. പോലീസിന്റെ കാര്യങ്ങളാ. ഗോവ വിട്ട് ഇത്ര ദൂരം വന്നില്ലേ? ഇനി പറ, ഈ പയ്യനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ട്രെയിനിങ് സ്കൂളിലേക്ക്. നിങ്ങൾ എന്റെ ട്രെയിനിങ് സ്കൂൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. आओ। पी शराब पी। क्या बात है? साहब, ये शराब नहीं पीता। नहीं पीता? जी हाँ। ला पी। साले पियो। ഇവരെ ആദ്യം ലഹരിക്ക് അടിമയാക്കും. അങ്ങനെ സ്വബോധം നശിച്ചാ പിന്നെ ഇവര് എന്റെ ഉപകരണങ്ങളാ. അവസാനം ഈ മയക്കുമരുന്നുകൾക്ക് വേണ്ടി ഇവരെന്ത് പണി ചെയ്യാനും തയ്യാറാവും. എടോ ഡാനി, തനിക്കൊക്കെ ഈ പിടിച്ചുപറിയും മോഷണം മാത്രമല്ലേ ഉള്ളൂ. ഇത് അതിലും വലുതാ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ഫാക്ടറി. ഒരു മുതലാളി വിളിക്കുന്നു, ഒരു കില്ലറ വേണമെന്ന്. ലക്ഷങ്ങൾ പറഞ്ഞ് കരാർ ഉറപ്പിക്കും. 2 പെഗ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ടയക്കും. ഇനി അഥവാ പോലീസ് പിടിച്ചാലും മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു രോഗിയുടെ മാനസിക വിഭ്രാന്തിനെ വരൂ. ഈ കാണുന്ന കുട്ടികളൊക്കെ പല പല സ്കൂളിൽ നിന്നായി കിട്ടിയതാ. വീട് വിട്ട് ചാടിപ്പോകുന്നവരെ വലവീശാൻ പ്രത്യേക കഴിവുള്ളവർ എന്റെ ഗ്യാങ്ങിലുണ്ട്. ഇന്ന് പിച്ചക്കാരായി തെരുവിൽ നടക്കുന്ന പലരും ലക്ഷപ്രഭുക്കളെ മക്കളാ. സഹോദരി സഹോദരന്മാരെ, എന്റെ അച്ഛൻ ഒരു പാറമട തൊഴിലാളിയായിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്. പാറ പൊട്ടിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. ഇത് കണ്ടോ, ആകെയുള്ള ചെലവ് ഈ കാർഡടിക്കൽ മാത്രം. ഡൽഹിയിൽ നിന്നും അടിച്ചു മാറ്റുന്ന കുട്ടികളെ കേരളത്തിലും, കേരളത്തിൽ നിന്നുള്ള കുട്ടികളെ ബോംബെയിലേക്കും അയക്കും ഈ കാർഡുമായി. പല പല ഭാഷകളിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അവര് ബസ്സിലും ട്രെയിനിലൊക്കെ കയറി പിരിവ് നടത്തും. ഇപ്പൊ മനസ്സിലായോ എന്റെ ഫാക്ടറിയെ പറ്റി? समझ गए? പോക്കറ്റടി പഠിപ്പിക്കല. ബലൂൺ പൊട്ടാതെ തുണി കയറിയാൽ അവനാ ഈ കാര്യത്തിൽ രാജാവ്. ഞാനേ, നീ അവനെ റൂമിൽ കൊണ്ടാക്ക്. मैं कब तक तुम्हारा इंतजार करूं? साहब, कमीशन करो, देता हूं. हेलो, कितने हैं? 5000. एक आदमी का खून करने का तुझे 5 लाख मिला है. तुम्हारी मदद करने वाले को 5000? मुझे भिखारी समझा है क्या? सिर्फ बहनी बेचकर मैं एक दिन का 10,000 कमा लेता हूँ. मुझे बुद्धू समझा है क्या? निकाल ज्यादा पैसे. ठीक है, बताओ कितना चाहिए? 50-50. आधा आधा. 2.5 लाख तुम्हारे,
2.5 लाख मेरे, समझ गया? अगर नहीं दिए तो पुलिस को जाकर अभी बता देता हूँ मैं। मिल जाएंगे, जरूर मिल जाएंगे। क्या बात? 50-50। 50-50। സാർ അത് വേണ്ട, ഈ ബാഗിൽ അവന്റെ പേരും അഡ്രസ്സും ഉണ്ട്. ഇവിടുന്ന് പോയാൽ അവൻ വീട്ടിലേക്കായിരിക്കും. നമ്മുടെ രഹസ്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അവനെ വെറുതെ വിടാൻ പാടില്ല. വീട്ടുകാരെ എതിർത്താ എല്ലാത്തിനും തട്ടിയേക്ക്. കാശ്മീരി പെണ്ണെ വാവാ കളിയാടാൻ വാ, കസ്തൂരി കുളിരെ വാവാ വിളയാടാൻ വാ. താഴമ്പൂ പൊട്ടാണി തങ്കവർണ്ണ പൊട്ടാണി തങ്കിട്ട തകതിനി ചോട് വെക്കാൻ വാ. നാട്ടുകൂട്ടം നന്ദുണി വാദ്യം പാട്ടുമുണ്ടല്ലോ, നാണമെന്തിന് പൂങ്കിനാക്കിളിയേ. കളിയാടാൻ വാ, മത്തിരം സുറുമ കണ്ണിൽ നീനാടാൻ വാ. മയ്യനിഞ്ഞ കൺകോണിൽ മാൻപിടച്ചിൽ കാണണ്ടേ. ആ മയ്യനിഞ്ഞ കൺകോണിൽ ഇളമാൻ പിടച്ചിൽ കാണണ്ടേ. മണിത്തൂവൽ മെയ്യിൽ മെല്ലെ കിക്കിളി കൂട്ടണ്ടേ. കമ്മലുമായി ഒരു കാത്തിരിപ്പിൻ സ്വപ്നവുമായി മലർക്കോടിനുള്ളിൽ നിന്നീ വാർത്തിരിപ്പണ്ടേ. സുന്ദരി സുന്ദരി എൻ സുന്ദരി നീയാണെന്നുടെ സ്വർഗം. ഉന്നാരമേ ഉണാരമേ നെഞ്ചോടു ചേർന്നാടടി പെണ്ണേ. മുത്തേ മണിമുത്തമേ മുത്തേ മണിമുത്തമേ മുത്തേ മണിമുത്തമേ മുത്തേ മണിമുത്തമേ. ചെല്ലാലും സ്വൽപ്പമേ വാ കളിയാടാൻ വാ, മത്തിരം സുറുമ കണ്ണിൽ നീനാടാൻ വാ. വെണ്ണില പൊന്നുടലോ നറുവെണ്ണയായുരുകുന്നു. തെരുവിലെ പൊന്നിൽ താളം നെഞ്ചിലേക്കുമ്പോൾ നിന്നട്ട
കളിയാടാൻ വാ ചെല്ലാലം സുൽത്താനേ വാ കളിയാടാൻ വാ താഴമ്പൂ മുട്ടാണി തങ്കവർണ്ണ പൊട്ടാണി തങ്കിട തകതിനി ചോട് വെക്കാൻ വാ നാട്ടുകൂട്ടം നന്ദുളി വാദ്യം പാട്ടുമുണ്ടല്ലോ നാണമെന്തിന് പൂവിനാക്കിളിയേ ഹൊയ് 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 കാശ്മീരി പെണ്ണേ വാവാ കളിയാടാൻ വാവാ ചെല്ലാലം സുൽത്താനേ വാ കളിയാടാൻ വാ നിന്റെ ഗുരുവിനെ ഇപ്പൊ എന്നോട് കാണാറുള്ള സൂണ എന്ത് പറ്റി? അയാളിപ്പോ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലെന്നേ. അതെന്താ? അപ്പോ ഇങ്ങനെ കാണിച്ചൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ, ഇന്നൊരു തുള്ളി വരില്ല. ആ രാജേന്ദ്ര, നാളെ നമുക്ക് ആ തീ വെഴുങ്ങുന്ന ഐറ്റം കാണിക്കണം. പിന്നെ ബാബുവും ലക്ഷ്മിയും കൂടെ ഉള്ള ഡാൻസ് സ്കൂളിന്റെ കവലയിൽ എന്താ ഉമ്മ ഇത്? മോശമല്ലേ ഇതൊക്കെ? എന്നോട് ചോദിച്ചു ചോദ്യേ നിന്റെ കെട്ടിയോട് ചോദിച്ചു. എന്ത്? അനക്കറിയാം മാധവൻകുട്ടിയെ, എനിക്ക് ചന്തം പോരാ വയസ്സായെന്ന് പറഞ്ഞേ മൂപ്പര് വേറെ പെണ്ണിട്ടാ നടക്കുക. ഛെ, ആ ബ്രോക്കർ ഉണ്ടല്ലോ മൂപ്പർക്ക് പെണ്ണന്വേഷിക്കാൻ നടക്കുക. വിടോ ഓനെ. ഹാജിയാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് നേരാണ് മോനെ. ഈ വയസ്സുകാരത്തെ മൂപ്പർക്ക് കാമപ്രാന്ത് ഇറങ്ങി നടക്കുക. ഇതാരും മാധവൻകുട്ടിയ. അല്ല എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ? ഞാൻ അവരെ വിളിക്കട്ടെ? ഞാൻ വെറുതെ ചോദിച്ചാ. ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ അടിയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? എന്താ കാര്യം? മോനെ ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുപോകിനി. എന്ത് ഫോട്ടോ? എന്ത് ഫോട്ടോ അനക്കറിയില്ലേ? നാണുണ്ടോ ഹാജിയാരെ ഈ പ്രായത്തില്? എടോ എന്റെ വിഷമം പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു 3 കെട്ടിയഞ്ച് 4 കെട്ടിയഞ്ച് കേസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ്. ഓരിടയിൽ ഞാൻ ഒന്നേ കെട്ടിയുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവുകയാണ്. അതാണ് പിന്നെ എനിക്ക് എന്താണ് ഒരു കുറവ്? മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരു ആനയും വാങ്ങിച്ചു, നാളെ ഒരു തടിമില്ലും വാങ്ങും, അത് കഴിഞ്ഞിട്ട് 4-5 കൊപ്രക്കളും. ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിച്ച് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റുമോ? അല്ല ഇച്ചിരി പറയാ. ഓ അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ്. ഓളെന്തേ പറഞ്ഞു? ഹാജിയാർക്ക് മറ്റേ പ്രാന്താണെന്ന്. മറ്റേ പിരാന്ത് കള്ള സോറ്. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഈ അവസാനം കാണിച്ച ഫോട്ടോ കൊണ്ട് എടുക്കും. ഇതൊക്കെ എത്ര വയസ്സായി? 10ാം ക്ലാസ്സിലാ. പ്രായത്തിൽ കൂടു സാറില്ല, ഞാൻ അഡ്ജസ്റ്റ്. എന്തിനാണ് പഠിച്ചോനെ എണ്ണം കെട്ടാന്ന് എഴുതി വെച്ചത്? ഒന്നിൽ കൊണ്ട് തന്നെ ഞാൻ ഇടങ്ങാറായിരിക്കും. ലക്ഷ്മി എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ചെയ്യണം, അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ. എന്താ ഒരു അവിഞ്ഞ മണം? അത് ഈ ചീഞ്ഞ മാങ്ങോണ്ട് ഉണ്ടാക്കിയതായിരിക്കേ, അതുകൊണ്ടാ ഈ മണം. ആശാനെ, ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയല്ലേ? ഇദ്ദേഹത്തിനെ തല്ലാനാണ് നമ്മുടെ പ്ലാനിങ്. നമ്മൾ തമിഴ്ലോറിയുടെ അടിയിൽ ഓട്ടർഷ പോയ വലിയാവും. എനിക്കാണേ വിശന്നിട്ടും വയ്യ. ആ വലുവുകാരൻ നായര് വലിവ് കൂടി കട വലിച്ചടക്കണേക്ക് മുമ്പ് നമുക്ക് ഇവിടുന്ന് വലിയ. ഈ ഫ്രൂട്ട് കുടിച്ചിങ്ങനെ വിശക്കും ആശാനെ.
അയ്യോ, എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യണേ? കൂടുതൽ ദേഹമാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ടെന്ന് ആ വൈദ്യുതി എത്ര തവണ പറഞ്ഞതാ. ഇവിടെ മാർഗം ഞാൻ ചെയ്യല്ല. എടി ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ? ചേച്ചി ഇച്ചിരി ചമ്മന്തി. എന്തേ ചേട്ടൻ ഒഴിച്ചെന്നാ ചമ്മന്തി കയ്ക്കൂ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് എന്റെ പറഞ്ഞ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ അന്തസ്സും അഭിമാനവും വിറ്റ് ചേട്ടൻ അവിടെ എങ്ങനെ പോയി ഇരുന്നാ പോരെ? വേണ്ട വേണ്ട. എടി ലക്ഷണത്തൊരു പൂവനോട് ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട. നീ പോടി അപ്പുറത്ത് പോ. ചമ്മന്തിയില്ലേ വേണ്ട? ചമ്മന്തി. വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണമെന്ന് ചേട്ടന് ഇഷ്ടമല്ലെന്ന് അറിയാലോ. നേരത്തെയുള്ള പണിയെല്ലാം ചെയ്തേ ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. ആശാനെ കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്നെ. മര്യാദയ്ക്ക് എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തിൽ ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. പഴുത്ത് പിടിക്കുന്നു. ആ പോർട്ടെ പോർട്ടെ, അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപുരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ്. ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും, ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയായി? ചേച്ചിക്ക് എത്രയാവട്ടെ. ഇവിടെ ഇവിടെ 3 മണി 15 വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻകുട്ടി, ഈ സുഗണൻകുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, ഇവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബുവും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയെന്ന കുഴപ്പം? അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ. ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാളൊരു വലിയ രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട. എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്താ പറഞ്ഞേ? ഷൂസിലാണ് കയറി ഇങ്ങോട്ട് കാണിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ടോർച്ചിടാൻ മറന്നുപോയി. ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്? ആശാൻ തന്നെയല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന്. ആ ടോർച്ചിങ് തന്നെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ? എന്താ അപ്പോഴൊന്ന് ചോദിക്കാൻ വരികയായിരുന്നു. എന്റെ പൊന്നാശനെ, എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചുതരാം. കഞ്ചക്കിസ്മ കസ്നേന തോന തമ്പി മകരി ആവർത്തി ബിച്ചൽ പോടുന്ന ഗുരു ശിഷ്യ, എനിക്ക് വല്ലാതെ വിശക്കണ്. പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ? ഞാനൊരു പാമ്പിനെ തിന്നു. പാമ്പിനെ തിന്നെ? എന്താ ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത്? അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം. പാമ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. പിടിച്ചോളൂ. ഇതൊരു വടിയല്ലേ? സൂക്ഷിച്ചു നോക്കൂ. ഇതെന്ത് സൂക്ഷിച്ചു നോക്കാൻ? ഇത് വടി കണ്ടില്ലേ? ഓം പഞ്ചരക്ഷി ബാബ ലാത്തിക്കോ സാമ്പരാതെ ഇനി ജോലി എന്നതിന്റെ ഇടയ്ക്ക് വിശക്കുന്നതിന്റെ കാര്യം പറയൂ. ഞാൻ പറയുന്ന ഇനി അടുത്ത ഐറ്റം റെഡി. ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതിനേക്കാൾ നല്ല മാജിക് ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, നമ്മൾ എപ്പോഴും കരുതാറുള്ള ഒരു ടവൽ. ഒന്ന് വിയർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ? ഇതാ നോക്കൂ, ഇതൊരു കറുത്ത തുണിയാണ്. എന്നാൽ ഇത് കറുത്ത തുണിയാണോ? അല്ല, ഇതാ ഓം ക്രീം ഐസ്ക്രീം. ഇതാ എന്ത് ചിത്രം! ഇതാണ് മാജിക്. ചുമ്മാ അതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതാണ് മാജിക്. ഇത് നമുക്ക് ഇതിന്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോവാം. ഓം ക്രീം ഐസ്ക്രീം. എന്താ സംശയമുള്ള ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സത്യം പറ, നീ ഒരു പെണ്ണല്ലേ? അയ്യേ, പെണ്ണോ? ഞാൻ മത്തായി, മാജിക് മത്തായി, ലോക പ്രശസ്ത മജീഷ്യൻ, PC സർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ. അത് പ്രസിദ്ധമല്ലേ? പ്രിയമുള്ളവരെ, ഇവൾ പറയുന്നത് കള്ളമാണ്. ഇവൾ ഒരു പെണ്ണ് തന്നെയാണ്. കാലി ബാബ, ശങ്കർ ബാബ,
എന്നാൽ അരക്കൈ നോക്കിയിട്ട് എന്നെ കാര്യം. നാട്ടുകാരെ, ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇവർ കാണിക്കുന്ന യാതൊരു മാജിക്കും ഞാൻ കാണിക്കും. ഉറപ്പാണോ? ഉറപ്പ്. പ്രിയമുള്ളവരെ, PC സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും. അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും. ഇംപോസിബിൾ. നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ, ഗുരു. ഇന്ന് ഗുരു ഇതെന്താണെന്ന് നോക്കൂ. അയ്യോ, മുളക് പൊടി. ലേശം കഴിച്ചു നോക്കിയേ. അയ്യോ, എരിവ്. ഇതാണോ വിദ്യ? ഇത് വിദ്യയല്ല, വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ്. തുറന്ന കണ്ണിൽ ഇദ്ദേഹം മുളക് പൊടി ഇടും. അയ്യോ അച്ഛനെ, അപ്പൊ പോയി. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം. സമ്മതിച്ചോ? സമ്മതിച്ചോ. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. പല ഉരുള് ഒരു ഒരെണ്ണം ഉരുണ്ടു. അയ്യേ, അങ്ങനൊന്നുമല്ല. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് പല തവണ ഉരുണ്ടു. പല തവണ ഒന്നും ഉരുളാ ശരിയാവില്ല. 5-6 തവണയല്ല. ഞാൻ പറയാം, ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് എങ്ങോട്ട് ആശാന ഉരുണ്ടു പോയത്? നിങ്ങൾ ശ്രമിക്കണില്ല, അതാണ് അതിന്റെ. ആശാനെ ഞങ്ങൾ സിനിമയ്ക്ക് രംഗീല തന്നെ എങ്കിലും തനയൊന്നും വേണ്ട. ആദ്യം പറയുന്നത് ശ്രദ്ധിച്ച് പറയാൻ പഠിക്കേ. ഞാൻ വേറൊരെണ്ണം പറയാം. ഇത് യാർ തച്ച ചട്ടൈ എൻ താത്ത തച്ച ചട്ടൈ. കാക്കാച്ചേട്ട താത്ത കാക്ക കാക്കയും താച്ച. രണ്ടെണ്ണോ നിങ്ങൾ പറഞ്ഞില്ല. ഒരു ചാൻസ് കൂടെ തരാം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. സൈക്കിള് ലാലി ലോറി ലാലി. ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പറയിക്കാം. പറഞ്ഞേ, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. ലോറി ഉണ്ടെങ്കിൽ എന്തിനാ ആശാന സൈക്കിള്? സൈക്കിള്. എന്താണ് മോനെ എന്റെ പേര്? കരയരുത്. എവിടെയാ നിന്റെ വീട്? കുറച്ച് നേരമായിട്ട് ഇവൻ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആരോരില്ലാത്ത കുട്ടിയായിരിക്കും. പാവം. കരയരുതെന്ന്. വാ. എന്തു പറഞ്ഞാലും ശരി, തെണ്ടിച്ചക്കനോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ആരോരില്ലാത്തവരെ സഹായിക്കണം എന്നാണ് മോനെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഖുറാനൊന്നും വായിക്കാറില്ല. സുഗുണ, ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ എത്തിയത്? അനാഥാലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് ഈ സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ. ഹാജിയാർക്കറിയോ, സർക്കസ് കമ്പനി പൊളിഞ്ഞപ്പോ പോകാൻ വേറെ വഴിയില്ലാതെ ഞങ്ങളെ പോലെ ഒറ്റപ്പെട്ടവർ ആ 2 കൊച്ചു മനുഷ്യരും. അവരെ സംരക്ഷിക്കേണ്ട ചുമതലയെ ഞാൻ ഏറ്റെടുത്തു. കാരണം കുറച്ചുനാൾ അവരെന്റെ സഹപ്രവർത്തകരായിരുന്നു. ഇവനെ ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജിയാരെ. കിട്ടുന്നതിൽ ഒരു പങ്ക് എപ്പോഴും ഇവന് വേണ്ടി നീക്കി വെക്കും. ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അഭയം തേടി വരുന്നവരെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. മോനെ മാധവൻകുട്ടിയെ, ഈ ഒരു ഇസ്ലാം വഴി എനിക്കുള്ളവനാണ്. പാവങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു നിസ്കാരം നോമ്പും പടച്ചവും കാണൂല. ഒരു എത്തിന്നല്ല ഇത്. ഇവനെ കൈവടിയരുത്. ബോബി, ഈശ്വര, നല്ല പനിയുണ്ടല്ലോ. സുഗുണ എന്തേ നേരം വിളിത്തോ? ഏയ്, ബോബിക്ക് നല്ല സുഖമില്ല. നീ പോയി ഹാജരെ വിളിച്ചോണ്ട് വാ. പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാൻ കാല് പിടിച്ച് 100 പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യാവിലെടുത്ത് തലയിൽ വെക്കണ്ടെന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെന്ന്. 2 ഫ്രൂട്ടി വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ആവശ്യമില്ലാണ്ട് കാശ് ചെലവ് ചെയ്യരുത്. എന്നിട്ട് ആ തെണ്ടി ചക്കന് ഷർട്ടും ട്രൗസറും വാങ്ങിച്ചു കൊടുത്തില്ലേ? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കയ്യിലെടുക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല. ഇതിപ്പോഴും ഇതിനകത്ത് ഒന്ന് പറഞ്ഞ ശവം ഫ്രൂട്ടി കുടിച്ചൊന്ന് ഉറങ്ങി വന്നായിരുന്നു. ഇനി ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ടി കഴിക്കണം. മെഗാ ഫ്രൂട്ടി.
എടോ ഇത് സൂക്കേടൊന്നല്ലടോ, ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞിന്ന് പറഞ്ഞില്ലേ, അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത്. നമ്മളിപ്പൊ മാറ്റിത്തരാം. ആ. ബിസ്മില്ലാ. മോനെ വായോർക്ക് വായോർക്ക്. ആ ആ അങ്ങോട്ട് ഇറക്കിക്ക. ആ ഓ ആ, ആ. അല്ല ഈ എങ്ങോട്ടാണ്? ആചാര്യ വീട് വരെ ഉണ്ടാക്കിയിട്ട് വരാം. എന്തിനാണോ ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാം. ഈ ഓന്റെ അടുത്ത് കുത്തിരിക്കും. മോനെ ദേ, നമ്മുടെ മുസ്തഫ വന്നിട്ടുണ്ട്. പടച്ചോനെ, എങ്ങനെ ഉണ്ടായ മോനാണ് ഇത്? വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ മുസ്തു മോനെ. ഇതെന്താണിത്? ഉമ്മ എന്താണ് തിന്നോ? എടാ എന്റെ പുല്ലാര വാപ്പിയാണത്. അതല്ലാണ്, ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. ഇവിടെ എന്താ കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല. അല്ല, ഈ അറിഞ്ഞില്ല അതിന് കളിയൊക്കെ? അനക്ക് കത്തിലയച്ചില്ലേനോ? ആ അയച്ചാണ്. ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനിനെ കുടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട, ഉണ്ടോ? ഞാൻ പറഞ്ഞോളാം. കൊണ്ടാരാണ് ഈ അയക്കണ പൈസനെ കൊണ്ടേ ഈ വക തോന്നിയ നമ്മൾ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അന്റെ പൈസ വന്നാത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റി നടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് വയസ്സ് കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. മുസ്തഫ എടോ എന്താടോ, ഞാൻ ഒന്നും പറയണ്ട. ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെങ്കിൽ പടിയാൻ കയറില്ല. ആ മോനെ മുസ്തു, ഒരു മുസ്തുല്ല. ഇതൊരു വാപ്പാണിത്. അവിടെ നിക്കേ, നമ്മളും വരുന്നുണ്ട്. ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്ന. ഈയേ പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. ആ എന്താക്കാ നാട്ടില് വന്ന ഓളെ ഒരു കച്ചറ, വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലല്ലോ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മളെ ബാപ്പന്റെ കളി ശരിയാ? എന്താ ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്നെ പുറകെ കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ ഇവൻ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരണ്ടേ? അല്ല, ഓന് പഴയ വലിവുണ്ട്. ഇപ്പൊ പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി നീട്ടി വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏസിട്ടാണ് അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സെറ്റിൽ എന്താ തണുപ്പ്? അല്ല, ഒരു സ്മോളും കൂടി. മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതണം. ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കി കൂടെ പുകവിടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ, ഇത് ഫ്രൂട്ടി അല്ലല്ലേ. സ്മോൾ വെച്ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ. അല്ല, നീ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാർ വെള്ളം ഒഴിച്ചിട്ട. പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല.
നമ്മളിപ്പോ നേറ്റ് പാർട്ടിയാ. വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല. നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല, ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷേക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വിലസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ചതാണെന്നും അറബി തെറ്റിദ്ധരിച്ച്. അങ്ങനെയല്ലേ എനിക്ക് പ്രൊമോഷൻ കിട്ടിയേ. ഒയ്ക്ക് മോനെ. ആ, സ്മോൾ 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 സ്മോൾ. കുറെ നേരം ഞാൻ ക്ഷമിക്കണ്. മനുഷ്യൻ ക്ഷമിക്കാതില്ലേ? ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി. ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. അല്ല, ഒരു കാര്യം ചോദിച്ചോണ്ട് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി ഇപ്പോഴും കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കെടാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലാനായി, അല്ലെങ്കിൽ പണി പോവില്ലേ? സുഗുണ, നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻകുട്ടി, ഇവൻ എന്തായി പറയണത്? സുഗുണ, അതേ സുണകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നുന്നത് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? ആ, കാരണം ഉണ്ട്. ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോന്ന് ചോദിക്കാൻ നീ ഇങ്ങോട്ട് പറയും. പറയാം, എല്ലാം പറയാം. പറയട്ടെ? എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കോനാരി ചന്തല കഥ. ആ, കോനാരി ചന്തേല. ആ കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കടത്തണ കുമാരി. കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കനെത്തണ കുമ്മാരി. ആ പൊങ്കണ്ണി പെണ്ണായ കുമ്മാരി. കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവിക്കനെത്തണ കുമ്മാരി. ആ പൊങ്കണ്ണി പെണ്ണായ കുമ്മാരി. നൂറുമുളവും നാക്കാണ് പെണ്ണി നാക്കേലി നാടോടി പാട്ടാണ്. നാക്കേലി നാടോടി പാട്ടാണ്. കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവിക്കനെത്തണ കുമ്മാരി. ആ പൊങ്കണ്ണി പെണ്ണായ കുമ്മാരി. പെണ്ണിന്റെ കരളാകത്തേനാണ് ചുണ്ടങ്ങ ചുണ്ടത്ത് പൈമ്പാല്. കുമ്മാരി പെണ്ണിന്റെ കരളാകത്തേനാണ് ചുണ്ടങ്ങ ചുണ്ടത്ത് പൈമ്പാല്. താലിക്കിടാക്കണം താരക്കറുമ്പന്റെ താലിക്ക് കാക്കണ പെണ്ണാണ് അവൾ. വേളിക്കൊരുങ്ങണ പെണ്ണാണ്. കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേലി കുളിർവിക്കണെത്തണ കുമ്മാരി. ആ പൊങ്കണ്ണി പെണ്ണായ കുമ്മാരി. വയ്യാവേലിക്ക് വടമെട്ടിൽ വേലയ്ക്ക് വയ്യാരം പോയല്ലോ രണ്ടാളും. വയ്യാവേലിക്ക് വടമെട്ടിൽ വേലയ്ക്ക് വയ്യാരം പോയല്ലോ രണ്ടാളും. വേലയും കണ്ടു മടങ്ങുമ്പോ വേലയും കണ്ടു മടങ്ങും മഞ്ചക്കന്റെ പെണ്ണിനെ റാഞ്ചി പോയി ഗന്ധർവൻ. മേലെ മാനത്തുനെത്തിയ ഗന്ധർവൻ. നീ കരയല്ലടോ, നമുക്ക് വയ്യുണ്ടാക്കാം. മനസ്സിലുള്ളത് തുറന്നു പറയണ്ട സുഗുണ.
കൊച്ചുവെളുപ്പിന് കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേല് കുളിർവിക്കനെത്തണ കുമ്മാരി ആ പൊങ്കണ്ണി പെണ്ണായ കുമ്മാരി 100 മുളം നാക്കാണ് പെണ്ണി നാക്കേലി നാടോടി പാട്ടാണ് നാക്കേലി നാടോടി പാട്ടാണ് കൊച്ചുവെളുപ്പിന് കോനാരി ചന്തേല് കുളിർവിക്കനെത്തണ കുമ്മാരി ആ പൊങ്കണ്ണി പെണ്ണായ കുമ്മാരി അല്ലക്ക ഇന്നലെ എപ്പോഴാ പോയി കിടന്നേ? ആർക്കെ വരണ്ട്? ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തൊഴുത്തില്ല. തല പൊന്തണ്ടേ? കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ച് വന്നതാ. എന്റെ ഉദ്ദേശം അതന്നെയാ. നോക്കിയേ, കൊണ്ടുവന്ന കുപ്പികള് നല്ല രീതിണ്ടാ. ആ ഒരു 25 കുപ്പിയുണ്ട്. ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായി പോയത്. എന്നാലും ഈ ഇമ്മാരി അടിയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാട്ടു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന്നെ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. ഇതെന്തൊട്ട് രാഗാന്നറിയോ? ഇതാണ് സാക്ഷാൽ രാഗം. നോം നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. വിക്കന്മാർക്ക് പാടാന്നറിയാ പാട്ടുകളുണ്ടല്ലോ. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. വേണ്ടിച്ചാ സിനിമയിലും പാടും. ഇപ്പൊ ഒരു സിനിമപ്പാട്ട് പാടി അങ്ങനെ കേൾപ്പിക്കട്ടെ. ഞാനിവിടെ അമറിക്കൊണ്ടിരിക്കുകയാണോ? പോത്തിന്റെ വേണ്ട വേണ്ട വേണ്ട, അവിടെ എഴുന്നള്ളത്ത് തുടങ്ങാറായി. താനൊന്ന് വേഗം ചെല്ല്. അതുവോ? ആ അപ്പൊ അത് കഴിഞ്ഞു വന്നിട്ട് വേറൊരു പരിപാടി കേൾപ്പിക്കാട്ടോ. ഹലോ, എഴുന്നള്ളിപ്പിന് ഇയാൾ ആനയ്ക്ക് പോരാണോ പോണത്? ഉത്സവത്തിന് ആനപ്പുറത്ത് കയറാന്ന് വെച്ചാ കുഞ്ഞേഷിന് വലിയ നിർബന്ധ. ഇല്ലാച്ചാ മതം പൊട്ടി ആനയെ പോലെയാ. ഇങ്ങനെ ഒരു ജന്മം. ആനപ്പുറത്ത് ആരാടാ? പോത്താ? പോത്തിന് എടോ രാമ, ഏതോ അഹിന്ദു താഴെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ആരാടാ ഇവിടെ അബൂബക്കർ? ഹാജിയാറുടെ ആനയാ. അബൂബക്കർ എന്നാ പേര്. അബൂബക്കർ എന്ന് വിളിച്ചാലേ കേൾക്കും. ശിവ ശിവ, മുസ്ലിം ആനയുടെ പുറത്ത് ഭഗവാനെ തിടുമ്പോ ആനയ്ക്ക് ജാതിമൊന്നും ഇല്ലടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ പേരിടൂ. ഇത് മനഃപൂർവ്വം ഉത്സവം കലക്കാനുള്ള പരിപാടിയാ. ആന മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ പുറത്താക്കി ശുദ്ധികലശം നടത്തണം. അത് തന്നെയാ വേണ്ടേ. അതുവോ രാമ? ആനയാ ഹിന്ദു. ചാടിക്കോ. സാധിക്ക മമ്മദ് കുട്ടികളി അറിഞ്ഞ തൊള്ളയിടാണ്ട് കാര്യം പറയടാ. അബൂബക്കർ അമ്പലക്കാർ തച്ചിന്. എപ്പോ? ഇപ്പോ കുന്നുംപുറത്ത് സുലൈമാന പറഞ്ഞു നമ്മളെ ആൾക്കാർ വിവരം അറിയിക്കാൻ. ഓൻ ഇപ്പൊ പോയാലുള്ള എന്താ കാര്യം? ഓരിക്ക് തല്ലാനും പിടിക്കാനും വല്ല കാരണം വേണം. നമ്മുടെ ആൾക്കാരെ തൊട്ടാ ഒരു വിവരം അറിയും. അബൂബക്കറേ, അബൂബക്കറേ, അബൂബക്കറേ. മുണ്ടാകുന്നോളി അബോക്കര് വേറെ പണിയൊന്നുമില്ലേ? എന്താണ് അന്നെ കുഞ്ഞിരാമെന്ന് വിളിച്ചേക്ക് വിളി വെക്കൂ. ആ രണ്ടാളും വിളി കേൾപ്പിച്ചെടുപ്പ അയാള്. ആ ഒലക്കാക്കൂ. സാർ, ഇവര് പട്ട മേടിച്ചു തന്നിട്ടുണ്ടല്ലോ. അതോ പട്ടയോ? സാറേ, ഞമ്മക്കത് കുടിക്കാനും കൊടുക്കാനും വാങ്ങാനും പാടില്ല. ഹറാമാണെന്ന് പറഞ്ഞു കൊടുക്കണേ. താൻ ഇവരോട് പട്ട മേടിച്ചാണെന്ന് പറഞ്ഞില്ലേ? സാർ, ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണമെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? വേണമെങ്കിൽ ഒരു ബ്രാൻഡി വിസ്കി വാങ്ങിപ്പിക്കാന്ന് കരുതി. എടോ, പട്ടചാലായതിന്റെ കാര്യമല്ല പറഞ്ഞു. പിന്നെ ആനയ്ക്ക് കൊടുക്കുന്ന വനംപട്ടയുടെ കാര്യം പറഞ്ഞു. എവിടെയെങ്കിലും പോയിട്ട് ഉടനെ പട്ട വാങ്ങിയിട്ട് വരണം. ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് വകുപ്പില്ല. പോരാത്തിന് വന്യമൃഗ സംരക്ഷകരെ പരാതി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു ആനയെ പീഡിപ്പിക്കുകയാണെന്ന്. പീഡിപ്പിക്കാൻ പിടിയാനൊന്നും അല്ലല്ലോ. തോന്നിവാസം കാണിച്ച് തർക്കുത്തരം പറയുന്നു. അതോ നമ്മൾ ഒരു തോന്നിയാസം കാണിച്ചില്ലല്ലോ സാറേ. ആനയ്ക്ക് അബൂബക്കർ എന്ന് പേരിട്ട് തോന്നിവാസനോടോ? ആനയ്ക്ക് ആരെങ്കിലും അഹിന്ദുക്കളുടെ പേരിടുവോ? സാറേ, ഈ ആസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള ആനയ്ക്ക് എങ്ങനത്തെ പേരാ? മുണ്ടാണ്ടിരിക്കുന്നു സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ആന്റെ പേര് മാറ്റിക്കോളാം സാർ. മുസ്തഫേ, എടാ, നമ്മൾ അറബിക്കഥയിലുള്ള ആന്റെ പേരൊക്കെ ഈ മാറ്റോ? മുണ്ടത് ബാപ്പാണെന്നോ ഞാൻ നോക്കൂല. ആ, മാപ്പാക്കണം. എഡ്യൂക്കേഷൻ തീരെ ഇല്ലാത്തോണ്ടാ. ആയിക്ക്
ഇതിനൊരു മാപ്പുമില്ല. ആനയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആനയെ കൊണ്ടുവയ്ക്കോ. സർ ആനക്കൊക്കെ എവിടെ പോയിട്ടാ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക? എന്നോട് ചോദിക്കുന്നേ? എനിക്ക് വേറെ പണിയുണ്ട്. കോൺസ്റ്റബിൾ, ആനയ്ക്ക് ചിലവിലുള്ള പൈസ തരാതെ ഇവരെ വിടണ്ട. ശരി. ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ആനയെ വിടണ്ട. ശരി സർ. എടോ, തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടിയുണ്ടെങ്കിൽ സംഗതി എളുപ്പം പോരാം. ആ വഴിക്കങ്ങ നോക്ക്. കഴിക്ക് ലക്ഷ്മി. എന്താ കുറച്ചു ദിവസമായിട്ട് നിന്നിവിടെ കാണാറുണ്ടല്ലോ. എന്താ പേര്? ബോബി. ഇവരുടെ ആരാ? എവിടെ നിന്റെ വീട്? നീ മാജിക്കാരനാ? ഒരു മാജിക് കാണിച്ചു തരുമോ? എന്തൊക്കെയാ അറിയേണ്ടത്? എന്നോട് ചോദിച്ചാ പോരെ? അല്ല, പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. ഇത്രയ്ക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എന്തു പറ്റി? ആരും ഇല്ല ഇവിടെ? ചേട്ടനും ചേച്ചി ഒരു കല്യാണത്തിന് പോയി. എവിടെയെങ്കിലും പോയി കാണുമെന്ന് എനിക്ക് തോന്നി. ആഹാ, അത് കൊള്ളാം. എന്നെ അടുക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളാണല്ലേ. ആസാം വേറെ, ആസാമി വേറെ. ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത്? ഇവൻ എന്റെ പുതിയ വിരുന്നുകാരനാ. ഈ പേൻ നോക്കാനാണെങ്കിൽ കുരങ്ങനോട് പറഞ്ഞ പോരെ? അതെ, കേൾക്കുമ്പോ പറയണേല് വിഷമം തോന്നരുത്. പറയട്ടെ. അതിനുമ്പ് ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ അടുക്കള പണി കഴിഞ്ഞു? എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് അടിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിനോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ? സുഗുണ. അതെ, സുണകൻ തന്നെ. അല്ല കുട്ടിയെ, ഇവിടെ ഒരു കുരങ്ങുള്ളപ്പോ ഈ കുരങ്ങന്റെ ആവശ്യമുണ്ടോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല. സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കഴിയില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എനിക്ക് ഏതായാലും 2 കുരങ്ങിനെ ഇവിടെ വേണ്ട. അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചല്ലേ? അല്ല, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി. അങ്ങനെ പടിമപ്പണി ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല. ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്ന്? പൊക്കോ. എന്നെ പറഞ്ഞുകൂടാ ഒരു മടിയില്ല. എന്നാലും ഈ ശവത്തിന് സഹായിക്കാൻ വിടരുത്. എനിക്ക് മനസ്സില്ല. വെട്ടി വിടുങ്ങില്ലേ 3 നേരം? കുറച്ച് കഷ്ടപ്പെടാം. അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല. എന്നാ നീ പൊക്കോ. ബായ് ബായ്, പേടിപ്പിക്കില്ല ബായ്. അത്യാവശ്യം നമ്പറൊക്കെ എനിക്കറിയാം. കണ്ടാ, നിന്നോടല്ലടാ പോവാൻ പറഞ്ഞത്. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് ഈ അലപരാധിന് അയലത്തെ സുന്ദരന് മതിയല്ലോ. നോക്കിക്കോ, ഈ പോണേന് ഞാൻ അനുഭവിക്കും. മതട്ട സുഗുണേട്ടൻ ഒന്ന് തിരിച്ചു വിളിക്കോ പ്ലീസ്. എന്തിന്? 2 ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും. ഞാനിത് എത്ര കണ്ടതാ. ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ. അല്ല, നീ ഇവിടെ നിൽക്കാനാണോ പരിപാടി? വാ. എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ. ഇല്ലെങ്കിൽ ഏത്തൻ കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായുണ്ട്, തേങ്ങായി. തേങ്ങാപ്പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്നു മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഉരിയാം. നീ പോ. അസുഖാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ? നീ എന്നെ അസുഖക്കാരനാക്കാതടി, പൊടി. എന്താണോ ചേച്ചി ചുമ്മാ ഇങ്ങനെ വിളിച്ചു വിളിച്ച്. ഗുഡ് മോർണിംഗ് സാർ. ആരെ? സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ. സാർ ഞാൻ മാജിക് മത്തായി. എന്തിനാ പാതിക്ക് വെച്ച് നിർത്തിക്കളഞ്ഞ്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറുന്നില്ലേ? സാർ എന്നെ രക്ഷിക്കണം. എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം. പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ഇവിടെ ഇവിടെ. എന്താ സാർ വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക് ഞാനിപ്പോ കാണിക്കാം. ഇത് 1 രൂപയാണ്. 1 രൂപയാണ്. 5 അല്ല 10 അല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം, ഐസ്ക്രീം ക്രീം. ഓം ആ ഗുരുശിഷ്യന്മാര് കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം. ഞാൻ കാല് പിടിക്കണം. സുഖമില്ലാത്ത മനുഷ്യനാ. നീ വീണ്ടും എന്നെ അസുഖക്കാരനാക്കരുത്. പോയി ക്ലാസ് വഴി. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാര് സർക്കാരോ? ആ പേരല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്. സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന് മാജിക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ. അവൻ പിടങ്ങി പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതട അലമാരിയില്. പഴയ
സാധനങ്ങൾ തിന്നാൻ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നൂല. ഗ്ലാസ് എഴുതു. ഞാൻ എന്നെ അന്വേഷിച്ച് പുറേ പോയി. അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ. ഇതേതുണ്ട് പുതിയ അവതാരം? ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല മുമ്പുണ്ടായി കുറഞ്ഞ എത്തുകയോ? അല്ല ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസിം പോയി കിട്ടി. നമ്മളെ ബാപ്പക്ക് റാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ബാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ച് ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മളല്ലേ മാനേജർ. സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ വെച്ച് ഞാൻ നടത്തുന്നു. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, മേരാ ഗുരു ചരൺ ദാസ് അലി വാലിയ കീ. ഇതൊരു മെഴുകുതിരിയാണ്. സംശയമുള്ളവർക്ക് നോക്കാം, പരിശോധിക്കാം. വരൂ വരൂ. ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചിവാല കത്തിക്കുന്നതാണ്. ഇത് ഒരു കുഴലാണ്. ഇത് കുഴലാണെന്ന് നോക്കൂ. നോക്കൂ, കുഴലല്ലേ? കുഴലാണ്. നോക്കൂ, കുഴലല്ലേ? ആണ് ആണ്. ഇത് വരൂ അസിസ്റ്റന്റ്. ആരടി കുഴലല്ലേ? അതെ ആണ്. ജീ തരൂ, ഈ തരൂ. ഈ കുഴല് വെച്ച് ഞാൻ ഇതാ അടയ്ക്കാൻ ഗുരു അത് കെട്ടുപോകും. കെട്ടുപോകില്ല, ഒന്നും അണയുകയില്ല. നോക്കിക്കോളൂ. കാലി കൽക്കത്ത വാലി, ബനാറസ് വാലി, ദില്ലി വാലി, സബ്ജരി ബർജരി, ഖബർദാർ ഖബർദാർ ഖബർദാർ. നമ്മൾ മാനേജറായതിന്റെ ഫായ്ദ ഉണ്ട്. പ്രിയമുള്ളവരെ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പറവകൾ ആകാശത്തിലാണ് കഴിയേണ്ടത്. അടുത്ത ഐറ്റം വാനിഷിംഗ് ദ പീജിയൻ. കൂടെടുക്കൂ. പ്രാവിന്റെ കൂടെടുക്കൂ. നോക്കിക്കോളൂ. ഇത് കാര്യമാണ്. ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ്. ബാബി, ആ പ്രാവിനെ ഇങ്ങ് കൊണ്ടുവരൂ. ഈ പ്രാവിനെ ഞാൻ ഈ കൂട്ടിനകത്താക്കാൻ പോവുകയാണ്. ബാബി റെഡി? പതുക്കെ പ്രാവിനെ കൂട്ടിനകത്തേക്ക് കയറ്റിക്കോളൂ. പതുക്കെ പതുക്കെ, അതിനെ വേദനിപ്പിക്കാതെ. അതെ, അങ്ങനെ. റെഡി? കഥദാൻ, മെഹർബാൻ, ജബർവാലി, മഗർവാലി, സവാൻ, ഭടക്, ഖിവൻ, മലദർ. പ്രാവ് മാഞ്ഞുപോയിരിക്കുന്നു. അതാണ് മന്ത്രത്തിന്റെ ശക്തി. ഈ ഒരു ഐറ്റം നമുക്ക് ഗൾഫിൽ ഇറക്കിയാൽ എങ്ങനെ? അതിന് തന്നെ അവിടെ നിന്നും പുറത്താക്കിയില്ലേ? സാറോ മുങ്ങി നടന്നാ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോടാ? സാറോ അത് ചരക്കെത്തിക്കാമെന്ന് പറഞ്ഞ കാശ് വാങ്ങിയിട്ട് എത്ര നാളായടാ? ഇടുക്കിയിൽ ഇപ്പൊ കഞ്ചാവ് വരവില്ല സർ. കിട്ടിയ ഉടനെ സാധനം ഞാൻ എത്തിച്ചോളാം. അത് മാത്രമാണോ നീ ഏറ്റ്? ചെമ്മീൻ കമ്പനിയിലേക്ക് പിള്ളേരെ തരാന്ന് നീ പറഞ്ഞില്ലേ? ഗോവയിലേക്ക് എന്ന് പറഞ്ഞ ഒറ്റ വീട്ടിൽ നിന്ന് പെൺപിള്ളേരെ അയക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സർ? പിന്നെ എന്തിനാടാ ചെറ്റ അന്ന് ആ സേട്ടൂന് വാക്ക് കൊടുത്ത്? ഇപ്പൊ എനിക്ക് അയാളെ മുഖത്ത് നോക്കാൻ പറ്റാതെ. സാർ എനിക്ക് കുറച്ച് ദിവസം കൂടെ സമയം തരണം. ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളാം സർ. അയച്ചാ നിനക്ക് നല്ലത്. എന്നെ ശരിക്കും അറിയാലോ. ആ ചെക്കനെ എന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനൊരു കള്ളനാണെന്ന്. ആ തെണ്ടി ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവൻ കൂട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാധവന്റെ നല്ല മനസ്സ് കാരണം തോന്നണതാ. അതെ, അല്ലെങ്കിൽ പിന്നെ ആരാന്ന് പോലും നോക്കാതെ ഇത്രയും നാളും കൂടെ നിർത്തി ചെലവിനൊടുത്ത ആളിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോവോ? പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെയാണ്. അതും ഇതും പറഞ്ഞ് അടുത്ത് കൂടും. അവസാനം എല്ലാം അടിച്ചും കൊണ്ട് ആരോടും പറയാൻ സ്ഥലം വിടും. അടിച്ചോണ്ട് പോകാൻ അവന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അതിപ്പോ അവിടുന്ന് വേണ്ടല്ലോ, ഉള്ള പരിധി വെച്ച് മറ്റുള്ള വീട്ടിൽ നിന്ന് മോഷിച്ചാൽ മതിയല്ലോ.
ഇക്കാന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്. വാച്ച്, കുഴൽപ്പണം, സ്വർണം, റേഡിയോ. ഈ ചെറുക്കൻ നേരെ അങ്ങോട്ട് പോയി അത് അടിച്ചു മാറ്റി. നിങ്ങളെ ഞാനൊന്ന് പുറേ പോയി തരാം. മാധവൻകുട്ടി മോനെ ഒന്നും തോന്നല്ലേ? മാധവൻകുട്ടി, ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ കയറി സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത്. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞ് അവര് നിന്നെ പിടിക്കൂ. നീ പിന്നെ ആരോടും പറയാതെ എവിടെയാ പോയത്? ഞാനൊരാളെ കണ്ട് പേടിച്ചു പോയതാ. ആരെ? എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ചേട്ടനല്ലാതെ വേറെ എനിക്ക് ആരുമില്ല. എന്നെ ഇവിടെ പറഞ്ഞു വിടരുത്. ചേട്ടൻ വീടിന് കൊന്നു. എന്നാലും ഞാൻ കള്ളനല്ല. ഞാൻ കള്ളനല്ല. ചേട്ടാ 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 കണ്ണു തുറക്ക്. ചേട്ടാ 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 കണ്ണു തുറക്കേട്ടാ. ചേട്ടാ 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 എന്നെ കേട്ടാ. ചേട്ടാ ചേട്ടാ എന്നെ കേട്ടാ. ചേച്ചി 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 മാധവൻകുട്ടി, മാധവൻകുട്ടി മോനെ എണീറ്റിരി. മാധവൻകുട്ടിയെ പടച്ചോനെ, വായോർക്ക്. മാധവൻകുട്ടിയെ കണ്ണോർക്ക്. എന്താ മാധവൻകുട്ടി, എന്താ പറ്റി? അല്ലോ എല്ലാവരും ഒരാള് കാരണ. ഇവനെ തന്നെ കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ നടന്നേ. തന്നെയല്ല എല്ലാ പണിയും ഒറ്റ കൈയല്ലേ. ആ സമയത്ത് കാലിനെന്തോ പറ്റിയതാ. അന്നേരം സാരില്ലെന്ന് വെച്ച് വിട്ടും കളഞ്ഞി. എന്തോ തുരുമ്പുടിച്ച സാധനം കൊണ്ടാ. അല്ലാതെ ഇങ്ങനെ വീർക്കൂല്ല, പനിക്കൂല്ല. ഓൻ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതാണ് നമ്മള് പേടിച്ചു പോയി മോനെ. മാധവൻകുട്ടിയെ ഈ നല്ലോണം ഉറങ്ങ്, പേടിക്കണ്ട. പനി കുറയാനുള്ള മരുന്നാണ് നമ്മൾ തന്നത്. അതിക്ക് കണക്കാക്കണ്ട. ഈ രാവിലെ തന്നെ പോയി ഡോക്ടറെ കണ്ടിട്ട് തൂസി വെപ്പിച്ചാളാം. പോവട. ഓ ഈ ടോർച്ച് എവിടെ വെച്ച്? ടോർച്ച് വീടോടെ വെച്ചല്ലേ. മോനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാം പറിച്ചോന്ന് നോക്കോളൂ. ബാ പോട്ടെ.
ഞാൻ നിന്നെ ഇന്നലെ ഒരുപാട് തല്ലിയല്ലേ? നീ ഇന്നലെ വല്ലതും കഴിച്ചിരുന്നോ? നിനക്ക് വിശക്കുണ്ടല്ലേ? ഇവിടെ ഇപ്പോ ഞാനൊരു ഉമ്മ തന്ന നിന്റെ വിശപ്പ് മാറും. ബോബി, നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇത് കൊടുത്തിട്ട് മാധവേട്ടനോട് എന്താ പറയാൻ പോണേ? ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാണെന്ന്. അയ്യടാ, നിനക്കല്ല, മാധവേട്ടനാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചേച്ചി. ആരുമില്ലേ ഇവിടെ? വാസു, വാസു. ആരാ? വാസുവിന്റെ വീടല്ലേ ഇത്? അതെ. വാസു ഇല്ലേ ഇവിടെ? ഇല്ല, രാവിലെ പോയതാ. എപ്പോ വരും? അതും അറിയില്ല. വാസുവിന്റെ ആരാ? എന്റെ അനിയത്തിയാ. ആ, എന്താ പേര്? രാധ. सेठ जी किधर है? उधर। अच्छा। आइए आइए बैठिए। उस काम का क्या हुआ? सब ठीक हो गया, माल आज रात आएगा। उस लड़की के बारे में जो कहा था। हमारा केरल का एजेंट वासु के पास एक लड़की है। अच्छी लड़की है? बहुत सुंदर है। वेरी गुड। അവൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം. ബിൽക്കുൽ. നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ പയ്യന്റെ വിവരമല്ല അറിഞ്ഞോ? അവന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ ഇതുവരെ അവനോട് എത്തിയിട്ടില്ല. ഒരിക്കലും അവൻ വീട്ടിൽ തിരിച്ചെത്തരുത്. ഇവിടുന്ന് മാറിയതിനു ശേഷം മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെത്? നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി, എന്നാ തിന്ന്. ആ, നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ആ, ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ ഈ ഏലക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി നിൽക്കാത്തത്. കേട്ടാ, എന്ത് കഷ്ടം നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നീ എന്തവിടെ? നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരാൻ വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ? ആശാനെ, ഇതെന്ത് കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ? വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. എന്താടി ഒരു നാറ്റം? ഈ അലമാരി വൃത്തിയാക്കുന്നതാ. അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റയാ. അവസാനം നാറ്റം കാരണം ആരെ ഈ വഴിക്ക് വരാണ്ടാവും. അയ്യോ, ഓ പൊള്ളി തീ.
ചേട്ടാ തീ എന്തോന്ന് ഇപ്പൊ തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. ആ കളഞ്ഞോ? നീ ആ പഴക്കൊല്ലെടുത്തു തൂക്കു പോ. അരക്കുറ്റി പുട്ട്. ഒരു മുടി കൊണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് ഇത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ആ സുഗുണ നീ ഒന്ന് പിടിച്ചേ. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമടി. എന്ത് പറ്റി? ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊല എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വലുവാ. എനിക്കായവ പൊടപ്പു മുന്നുമ്മ. ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. അയ്യോ കുഞ്ഞീഷ്ണ ഇതെന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ സരസ്വേ. ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ. ആനയൊന്ന് ചവിട്ടി. അത് സരസ്വന്റെ ആളാ. എന്താ പറ്റി? അതൊന്ന് വീണതാ. ഹൈ അതും ആനപ്പുറത്തുനിന്നാ? തന്നോടല്ലേ അടങ്ങി ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി. പട്ടി ചേച്ചി വേണ്ട. ഇവിടെ ഇവിടെ ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവൻ പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ. ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ വാങ്ങാൻ അളിയൻ തന്ന കാശ് മുഴുവൻ അവിടെ വെച്ച് പുട്ടടിച്ചു തീർന്നു. ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്ന ആ ഒറ്റ കാരണം കൊണ്ട് അളിയൻ എന്റെ പെങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അത് വേണ്ട. ഒരുപക്ഷെ ഈ മീന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിട്ടായിരിക്കുള്ളൂ ആത്മരോഗങ്ങളുടെ ആസ്മ മാറണത്. മീന് നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിന്നെ ആര് തെലുങ്കനായിട്ട് അഭിനയിപ്പിക്കാൻ പോവാണ്. മലയാളം പറഞ്ഞ് നീ എന്നെ നാറ്റിക്കരുത്. അത്യാവശ്യം തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം. ഏമന്തി, അലിയകാരു, പെങ്ങലുകാരു, ആസ്മകാരു, മീൻകാരു. അളിയോ 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 ഇവിടെ ഒന്നും വേണ്ട. അളിയോ 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 അളിയനെ ലേലം ചെയ്യാൻ. അളിയോ ഹലോ ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം അതെ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി. എന്താ വേണ്ടേ? പുതിയ ജോലിക്കാരനായിരിക്കും. ഞാൻ രാഘവൻ. ഈ കടയുടെ മുതലാളി കൊച്ചുനാരായണൻ എന്റെ അളിയനാണ്. എന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാര്യ എന്റെ പെങ്ങള്. അങ്ങനെയാണെങ്കിൽ എന്റെ അളിയനാവല്ലോ. ആ അളിയനോടെ പോയെന്ന് പറയൂ. അളിയൻ ഹോസ്പിറ്റലിലാ. ഹോട്ടലില്ല. ഏത് ഹോട്ടലിൽ? ഹോട്ടലല്ല, ഹോസ്പിറ്റൽ. ഓ ഹോസ്റ്റല്. എന്ത് ഹോസ്റ്റലാ? ലേഡീസ് ഹോസ്റ്റലാ? അതായിരിക്കും എനിക്ക് ഇവിടെ ചെറിയ പണി ശരിയാക്കി തരാന്ന് പറഞ്ഞ് പെങ്ങൾ എഴുതിയത്.
ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ എന്ത് പണിയായിരിക്കും? ഏതായാലും വാച്ച്മാന്റെ പണി മതി. പൊട്ടനാണല്ലേ, മനസ്സിലായി. മൂത്തളിയന് വലിവ്, രണ്ടാമത്തെ അളിയൻ ചെകിടൻ. ഇനി ഞാൻ ഡീൽ ചെയ്തോളാം. ഡീസൽ എത്തോളൂ. ലേഡീസ് ഹോസ്റ്റൽ എന്തിനാണ് ഡീസൽ? എന്റെ ദൈവമേ, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ പറയണത് കേൾക്ക. നിങ്ങളുടെ അളിയൻ പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി പള്ളിന്റെ തണ്ടലൊടിഞ്ഞു. ഇപ്പൊ ആശുപത്രിയില്ല, വലിവ് കൂടി. ഡോക്ടർ കുഴലിൽ വെച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. അളിയൻ അവിടെ കിടക്ക. വല്ലത് മനസ്സിലായോ? വല്ലത് കാരണുണ്ടോ? ഭ്രാന്താണല്ലേ? പ്രാന്ത് നിന്റെ മറ്റവനാടാ പൊട്ട. നീ സുമിതയുടെ കൂടെ അങ്ങനെ പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചെന്ന ആർക്കാ പ്രാന്തെന്ന്. ദൈവമേ, അളിയൻ ഈ പ്രാന്തനെ കഥയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത്? അളിയൻ ആശുപത്രിയില്ല. ഏമന്തി മീൻകാരു അളിയകാരും ആസ്പത്രിയിലും. അങ്ങോട്ട് പോവണ്ടി. ആശുപത്രിയൊക്കെ ആശുപത്രി കട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്. പോസ്റ്റ് ഓഫീസ് എവിടാ? പോസ്റ്റ് ഓഫീസ് ആശുപത്രിയുടെ മുന്നില്. അപ്പൊ ഞാൻ വരാണ്ടി. നീ പോട തെണ്ടി പൊട്ടൻ. ഹൈദരാബാദിൽ നിന്ന് മീൻ വന്നോട്ടെ, അത് വിഴുങ്ങി ഞാനിവിടൊക്കെ തുള്ളിച്ചാടി നടക്കും. അളിയാ, ഇവിടെ ദാ അളിയാ, മീൻ കിട്ടി. സന്തോഷത്തിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? പാത്രത്തിലാണ് കൊണ്ടുവന്നത്, വീട്ടിൽ ചെന്ന് കുപ്പിയിലാക്കി. ഇങ്ങോട്ടുള്ള വരവ് സുഖമായിരുന്നോ? വലിവ് മാറിയാ? അപ്പൊ ഈ മീനിന്റെ ആവശ്യമില്ലേ? എടാ, അല്ല, വലിവിലുള്ളത് വലിയ മീനല്ല ചെറിയ മീനാണെന്നാണല്ലോ വൈദ്യര് പറഞ്ഞത്. ആന്ധ്രയിൽ ആശുപത്രി വരെ എത്തുന്ന നേരം കൊണ്ട് വലുതാവാമല്ലോ. എടാ അളിയാ, ചെറിയ വലിവിന് ചെറിയ മീൻ, ഇതേപോലത്തെ വലിയ വലിവിന് വലിയ മീൻ വേണം. ആണോ? ചേച്ചി ഒന്ന് പിടിച്ചേ. അയ്യോ, ആ ചേച്ചി, ആ കൈ ഒന്ന് മുറുക്കി പിടിച്ചേ. വിഴുങ്ങാൻ ഇത്തിരി പ്രയാസം കാണും. മുറുക്കി പിടിക്കേ ചെയ്. മുറുക്കി പിടിക്കേ ചെയ്. വാ പൊളിയലിയാ, വാ പൊളിയലിയാ, വാ പൊളിക്കളിയാ. വിഴുങ്ങ് 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 വിഴുങ്ങലിയാ, വിഴുങ്ങലിയാ. മുള്ളു തൊണ്ടയിൽ ഉടക്കി, ഇനി മീൻ പുറത്തോട്ട് വരില്ല. വിഴുങ്ങ്. അലിയ വലിക്കല്ലേ, തൊണ്ട കീറി പൊട്ടി നാശവും. വിഴുങ്ങ് വിഴുങ്ങ്. വെള്ളം പറ്റി ചേച്ചി. എന്താ ഇവിടെ ബഹളം? തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്റെ അളിയനെവിടെ? അളിയാ, അളിയാ, ഇഞ്ഞ് വാ. അളിയാ, മീൻ വീങ്ങിയോ? എന്താ എന്താന്ന്? വലിവുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. ഈ വഴി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? സുമതിയായിട്ട് അടുപ്പാ. ചേച്ചേ, അവൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. എന്നോട് സുമതി പറഞ്ഞതാ. ഗുരുവാശാന്റെ സത്യമാണ്. എന്ത് സത്യം? ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞെന്ന് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണെന്ന്. എന്നാ പറ, എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാദ്യ പറഞ്ഞതല്ല, ആശാദ്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പേന്തലയാ. മുടി വേണ്ടി മതി നോക്കിയത്. മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ.
ചേട്ടാ ചേട്ടാ ഒരു മാജിക് കാണിച്ചു തരുമോ? ആ ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരിലേക്ക് കണ്ടോ? ഇതെന്റെ ഇടത്തെ സൈഡിലിരിക്കുന്നു. ഈ തന്തവരിൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇതാ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലം നെയ്ത്തുകാലം ശുക്രൻ നമ്മുടെ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം. ദിവരിൽ മാറാൻ പോകുന്നു. ഓം ബുംബ ജീ ബുംബ പോ ചേട്ടാ. ഇനി മാജിക് ഒന്നുമില്ല. ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കട്ടെ. ഞാൻ വെക്കാം. അയ്യോ പ്രശ്നമായോ? ഹലോ കണിങ്ങേക്ക ഇവിടെ വയ്ക്കാൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചു തരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ? ഇത് അല്ലേതാക്കട്ടെ. നോക്കിക്കോ. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടാ നോക്ക്. ചേട്ടന്റെ ഉടനെ പോയില്ലല്ലോ. ഞാൻ ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുക്കാം. തരപ്പെടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാൻ അവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് പോ ചേട്ടാ. യോ ഗുളിക തീർന്നല്ലോ. ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുണുകാൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവള് ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ. പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞേക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെ നീ എന്തിനാ തന്നെ പെടുന്നത്? അല്ല ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചു കിടക്കാൻ തീരുമാനിച്ചാ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ല എവിടെ പറഞ്ഞ ഓ നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ? എവിടേക്ക് പോണേ ചേച്ചി? അതെ ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ നീ അതൊന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല. എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല ശവപ്പെട്ടിയും ആംബുലൻസ് പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്. അതിങ്ങോട്ട് തന്നേക്ക്. ഓ എന്റെ മോശായിണ്ടല്ലോ ഇത്. ഇവരെന്താ മസിൽ കച്ചവടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഭയങ്കരി ഈ വഴി പോയാ അവരുടെ കൺമുമ്പിൽ ചെന്ന് പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമണ്ട നോക്കി ഒറ്റയാടി. അയ്യോ ഇതെന്താ ചങ്ങാതി? എന്ത് പണിയാ നാരായണ നിങ്ങൾ ഈ കാണിച്ചത്? എന്താവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്?
നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എങ്കിൽ പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദനയുണ്ടോ ഏട്ടാ? അയ്യോ, പകുതിക്ക് ശേഷം. ആ ഷീറ്റ് എടുത്ത് കവർ ചെയ്യാൻ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും കാണാൻ നല്ല പറയും വഹയാ. ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പെൺകുട്ടീന്റെ ഫോട്ടോ അത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുക. വേഗം തുറക്കടാ. മലമുറി അൻസാരിന്റെ പൊരയില് പെൺകുട്ടികൾ 5 എല്ലാ ഒന്നിനൊന്നും മെച്ച. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം. അല്ല, ഈ 5 ഒരൊറ്റടിക്ക് ഞമ്മക്ക് ഒരു കെട്ടിച്ചു. 5 അല്ല 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല, ഞമ്മള് മോ പുസ്തകത്തിൽ അള്ളാണ് നമ്മൾ അറിയിക്കില്ല. വണ്ടി വിട്. എങ്ങോട്ടാണ്? മലമൂർ അൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം അയമുട്ടിന്റെ അടുത്ത് പോണോ? എന്തേ വാപ്പ പോണ്ടേ? മാണ്ട മോനെ പോണ്ട. കള്ള ഹംസ നായിന്റെ മോനെ അല്ല കൊറേ കാലം ഞാൻ തിരഞ്ഞെടുക്കണേ. ഇന്ന് ഞാൻ ശരിയാക്കടാ. അള്ളാണ് നമ്മളൊന്നും അറിഞ്ഞില്ല മുസ്തഫ. അറിയാൻ പോണോല്ലടാ. പൊന്നു മുസ്തഫ ബാപ്പ തമാശ കളിച്ചല്ലേ. എന്റെ പൊന്നടിക്കല് തമാശ. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞത്. ഇവനെന്ന് വെറുതെ വിടരുത്. ഇങ്ങ് വാപ്പ വരുവോ? ഇവനെ പെണ്ണുങ്ങളാണോ അല്ലേ? നല്ലേ ആള് കേട്ട പെൺവാണിപ്പാന്ന് കരുതു. മിണ്ടി പോരുത്. എന്നാ ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോവേ. മലമൂരി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു? 5. എത്ര പ്രായം? ഏറ്റവും ഇളയത് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓളെ ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്. ഫോട്ടോ ഉണ്ട്. അതെ, പ്രായത്തിൽ കൂടുതലാണ്. എന്നാലും സാരല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കയറി വണ്ടിയിൽ. ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പത് അറിയരുത്. അതള്ളാണ് നമ്മൾ ഡ്രൈവറെ ഇങ്ങോട്ട് വാ. എന്തേ വിനീഷ്ണ? എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തേ. അതെയോ? ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കുക. പറഞ്ഞോളൂ. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ പോയില്ലല്ലോ. അതിന് അല്ല, ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ. കുഞ്ഞേഷിനിപ്പോ എന്താ വേണ്ടേ? അല്ല, വേറൊന്നും നിരീക്കരുത്. നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇല്ലത്ത് പോയാ എനിക്ക് ആരാ ഉള്ളേ? നാട്ടുകാർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പോത്താ. സരസ്വനറിയാലോ കാര്യങ്ങള്. ചായക്കടയില് എന്ത് പണി വേണേലും ഞാൻ ചെയ്തോളാം. പട്ടിണി കിടക്കാൻ വയ്യേ. ഇത്രയും നാളും വെറും പോത്തേന്നാ നാട്ടുകാർ വിളിച്ചേ. ഇനിയിപ്പോ ആനപ്പുറത്തുനിന്ന് വീണ പോത്തേന്നായിരിക്കും അവര് വിളിക്കുക. കുഞ്ഞീഷൻ കരയണ്ട, ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഓഹോ, നീ ഇവിടെ നോവലും വായിച്ചിരിക്കുക? വെറുതെ ഇരിക്കുന്ന നേരത്തിന് അരി ഒഴുന്നു ആട്ടിക്കൂടെ നിനക്ക്? കുതിര അതെങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലിട്ട് മതി മതി. നീ അപ്പുറത്ത് തന്നെ കുഞ്ഞികൃഷ്ണന്റെ പെട്ടി എടുത്തു വെക്ക്. ആ പാത്രം ഞാനും കൂട്ടിക്കൊണ്ടു വന്നു. മാത്രമല്ല ഇവിടെ നിനക്ക് സഹായത്തിന് ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ. ഇത് നല്ല വിദ്യ, പഴം പുഴുങ്ങൽ. വേവങ്ങോട്ട് ശരിയായിട്ടില്ലേ?
വേറെ വെച്ച് നോക്കിയാലോ? ഇങ്ങ് വന്നേ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര് നിന്റെ ചേച്ചിയുടെ നായരാ? അല്ലെന്നേ, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞുഷ്ണനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയമുണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ എന്ത് കാണും? ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഈ തോലങ്ങനെ കളയ. പഴം തിന്നത് കണ്ടു കാണില്ലേ? ഭാഗ്യം. ഇത് കഴിച്ചിട്ട് തല കുത്തി മറിയുന്നതിന്റെ പ്രാക്ടീസ്. വേഗം ആവട്ടെ. ചേട്ടാ, ഹാജര് അന്വേഷിക്കുന്നു. രാധക്കുട്ടിനെ എങ്ങോട്ടോ ജോലിക്ക് അയക്കാൻ വേണ്ടി വാസു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത് ജോലി? എനിക്കറിയില്ല. ഇപ്പൊ കുറച്ചാളായിട്ട് പറയാറുണ്ട് അവൾക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഓളായതുകൊണ്ടല്ലേ ഓന്റെ ഈ തോന്നിയാസൊക്കെ സഹിക്കണത്. ഞാൻ എന്ത് ചെയ്യുമ്മ? കേറി കിടക്കാൻ സ്വന്തമെന്ന് പറയാവുന്ന വേറൊരു സ്ഥലമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നാട്ടിലാരുമില്ലേ? അമ്മയുടെ മരണം വരെ വാടക വീട്ടിലായിരുന്നു താമസം. കുടിച്ചു കുടിച്ചെല്ലാം നശിപ്പിച്ച ആളാച്ചൻ. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, മോൾ ഒരിക്കലും ഒരു കുടിയന്റെ ഭാര്യ ആവരുതെന്ന്. സ്വന്തക്കാരെന്ന് പറയാൻ ചിലരുണ്ട്. അവർക്കെല്ലാം രാധയെ വേണം വീട്ടു ജോലിക്കായിട്ട്. അത് മാത്രമല്ല, അവർക്കെല്ലാം വേറെ വേറെ ഉദ്ദേശങ്ങളാ. ഈ കരയിലും മോളെ എല്ലാം കാണുന്ന പഠിച്ചോൻ അനക്ക് തുണയുണ്ടാവും. മകൻകുട്ടിയെ, ഒരു യത്തീമിനോട് കാണിക്കുന്ന കരുണയെങ്കിലും ഈ ആ കുട്ടീനോട് കാണിച്ചു. തൽക്കാലം രാധ എങ്ങും പറഞ്ഞു വിടണ്ട. നിന്നെ ഞാൻ തീറ്റിച്ച് തരടി. കുറെ നാളെ നീ തുടങ്ങിയിട്ട് നിന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറൊക്കെ ഇട്ടിരിക്കണേ? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി, ഞാൻ പോ. വെറുതെ അല്ലേടി നിനക്കൊക്കെ കുരങ്ങുന്ന് പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. വിളിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ല. നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തേ വലുവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ? വേഗം വാ. വേഗം പോ. ആ കിഴവൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലെന്നേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചിരിയും. അയാളിപ്പോ അവിടെ ഉണ്ട്. കുളിക്കാൻ പോയിരിക്കെ ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട്. എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ. അങ്ങോട്ട് പോണ്ടെന്ന്. ഇനി അത് മതി അയാൾക്ക് ചേച്ചിയോട് പോയി പറഞ്ഞു കൊടുക്കാൻ. വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പുഴങ്ങനെ വിദ്യ കണ്ടു. ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? ഞാനും പോവാ പോവാ തിരിഞ്ഞു വെക്കോളൂ.
കുരങ്ങ് പുഴക്കരയ്ക്കടുത്തുള്ള ഓട്ട് കമ്പനിയിൽ ഉണ്ടെന്ന്. അങ്ങോട്ട് പോ. അതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അത് നമ്മുടെ കുരങ്ങല്ല, വേറെ അതൊരു ചാവാലി കുരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ സുഗുണഗുരു ആശാന്റെ കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവനെവിടെ ഉണ്ട്? ചായക്കടയുണ്ടെന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞു. കുരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാധവൻകുട്ടി വിളിച്ചാവാൻ വരും. എത്ര ദിവസം എന്ന് വെച്ചാ അവിടെ എവിടെ വിളിച്ച് താമസിക്കുന്നത്? അല്ല, അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കുരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. സുഗുണഗുരു ഇല്ലെങ്കിലും കുരങ്ങിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാല്ലേ. ആ വാസുവേട്ടൻ എന്ന് വരുന്നാ പറഞ്ഞത്? എന്നോടൊന്നും പറയാറില്ലല്ലോ. ഗോവയ്ക്കെന്നും പറഞ്ഞ് പോയതാ. എനിക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ആദ്യം മാധവൻകുട്ടിയെ. ചേച്ചി പേടിക്കാതിരിക്കുക. എനിക്കും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോണമെന്നില്ല. പിന്നെ വേറൊന്നുമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടാവും. ഇതുവരെ എനിക്കായി ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. സ്വന്തം എന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ മാധവൻകുട്ടി നീ ഇങ്ങനെയെല്ലാം പറയണത്? കല്യാണം കഴിഞ്ഞ് വന്നാൽ ഒരു നല്ല സാരി പോലും ചിലപ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്ന് വരും. ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്താ മോളേത്? കരയല്ലേ? കൊരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനെ ഒരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പോഴാ ഒത്തത്. ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പോഴാ ബോധ്യായ. ആന ഭേദോട്ടോ. ഔ, എന്താ ഒരു താഴ്ച, അസല് വെള്ളവും. അസുഖം മാറിയ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? പിന്നെ നോം നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി. ഇതൊരു ഒഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞേശൻ ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുകയാവും. അങ്ങനെയല്ല, അങ്ങനെ പാട്. ചേട്ടാ ഇത് ഏത് രാഘവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും. അങ്ങനെയല്ല, അങ്ങനെയല്ല, സാരേ സാരി സാരേ. സാരി. എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്. ഇത് അവസാനത്തെയാ. സരേഗമ സരേഗമ പാദാനേസ. പാദ. ബഹുമാനം വേണ്ട, ഇരുന്ന് പാടൂ. സരേഗമ പാദാനേസ. തനിക്ക് പാട്ട് വെച്ചിട്ട് നടത്താനുള്ള സ്ഥലം അറിയാം. ചേട്ടാ, അത് താൻ മിച്ചം തിന്ന് ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേ? നീ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. ഏതായാലും ഇത്രയാ സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നിട്ടണ്ട. നീ ആ മാധവൻ കുട്ടി ഇങ്ങോട്ട് വരാൻ പറ. ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. കാര്യമൊക്കെ പിന്നെ. ഇന്ന് പുറപ്പെട്ട മറ്റന്നാ ഗോവയിലെത്താം. അന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാം. ആയിക്കോട്ടെ. നീ പോയി നിന്റെ തുണിയൊക്കെ എടുത്തു വെക്ക്. അവളങ്ങ് ജോലിക്ക് പോകുന്നില്ല. നീ അകത്ത് പോ. കൂടെ ആരും ഇല്ലാതെ ഊരും പേരും വരാത്തൊരു നാട്ടിലേക്ക് എന്ത് വിശേഷം അവളെ വിടണേ? ഞാനെല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്നു. സാറിന് വേറൊന്നും തോന്നരുത്, അവളെ അയക്കാൻ പറ്റില്ല. മസിൽ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വീട്ടിലെ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്തണം. അന്തിമുഖിപ്രാവിൻ മഞ്ഞുമണിക്കൂട്ടിൽ വെള്ളിവെയിൽ ചായുന്നു. വിങ്ങുമിരുൾവാവിൻ കൂരയ്ക്കുള്ളിലാരോ നെഞ്ചുരുകി പാടുന്നു. കണ്ണീർ മഴയിൽ കരൾ പൊള്ളും കനലിൽ
ആരെ താരാട്ടുപാട്ടായി തലോടുവാൻ അന്തിമൂകിൽ പ്രാവിൻ മഞ്ഞുമണിക്കൂട്ടിൽ വെള്ളിവെയിൽ ചായുന്നു. വിങ്ങുമിരുൾ വാവിൻ കൂരയ്ക്കുള്ളിലാരോ നെഞ്ചുരുകി പാടുന്നു. തീരാത്ത ശാപജന്മമാ തീത്തുരുത്തു തേടിന കാറ്റലയിൽ കരിയില പോൽ തെന്നി വീണു തേങ്ങവേ തോരാത്ത കണ്ണുനീരിലെ തൂനിലാവ് തേടിന ഓർമ്മകൾ തൻ തീരയിൽ പെയ്തൊഴിഞ്ഞു പോകവേ. നീളുമീ യാത്രയിൽ നിഴലിടും രാത്രിയിൽ ഏതു മൺചിരാതിനായി നമ്മൾ തിരയും അന്തിമൂകിൽ പ്രാവിൻ മഞ്ഞുമണിക്കൂട്ടിൽ വെള്ളിവെയിൽ ചായുന്നു. വിങ്ങുമിരുവാവിൻ കൂരയ്ക്കുള്ളിലാരോ നെഞ്ചുരുകി പാടുന്നു. ഏകാന്തമൂകസന്ധ്യയിൽ എരികിനാക്കളോടെ നാം അലകടലിൻ മറുകരയിൽ മൗനമായി നിൽക്കവേ. താനേ വിതുമ്പും വാക്കിലെ തരളമായ സാന്ത്വനം മൺതറയിൽ വീണുടയും ചില്ലുപാത്രമാകവേ. അന്തിമുകിൽ പ്രാവിൻ മഞ്ഞുമണിക്കൂട്ടിൽ വെള്ളിവെയിൽ ചായുന്നു. വിങ്ങുമിരുളാവിൻ കൂരയ്ക്കുള്ളിലാരോ നെഞ്ചുരുകി പാടുന്നു. കണ്ണീർ മഴയിൽ കരൾ കൊള്ളും കനലിൽ ആരെ താരാട്ടുപാട്ടായി തലോടുവാൻ. വേണ്ട വേണ്ട, നിന്റെ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. ആ വലിവും വെച്ച് അയാൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തൊലി പൊള്ളിപ്പോയി. നിന്റെ കല്യാണക്കാര്യം നാട്ടുകാർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടത്? അപ്പൊ സമ്മതിച്ചില്ലെങ്കിലോ? ഇപ്പഴും സമ്മതിച്ചിട്ടൊന്നുമില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടില്ല. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. പിന്നെ എന്തിനാ അവളെ മോഹിപ്പിച്ചത്? അപ്പൊ സമ്മതിച്ചോ? ശരി, ഇവന്റെ കാര്യം. ആശാൻ പേടിക്കണ്ട, ആശാന്റെ കഴിഞ്ഞിട്ട് കേട്ടോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിരിയാം.
വാസു നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അനിയത്തി മോളെ എന്നോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ആപത്തിൽ പഠിച്ചോ എന്നെ കൈവിടൂലെന്ന്. ഇനി ഇവക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ വാസു ഏത് കോലത്തിലാ തിരിച്ചു വരാന്ന് ആര് കണ്ട്? എടോ ഇവന്റെ പെണ്ണല്ലേ ഇത്? ഇവളിപ്പൊ തന്നെ ഇവൻ പെരയിലേക്ക് കൂട്ടിക്കോട്ടെ. പിന്നെ എന്താ അതിന്റെ ചടങ്ങ് കാര്യങ്ങളൊക്കെ നമ്മൾ സൗകര്യം പോലെ ചെയ്യാം. എന്തേ? ചേട്ടാ, ആ വണ്ടിയിലിരുന്ന് താടിക്കാരൻ എന്നെ കൊല്ലാൻ നടക്കണേ. അയാൾ എന്നെ കണ്ടു. ഞാൻ വീട്ടിൽ പോയാ എന്നെ കിട്ടാൻ വേണ്ടി എന്റെ പപ്പയും മമ്മയും അയാൾ കൊല്ലും. അതുകൊണ്ടാ ഞാൻ വീട്ടിൽ പോകാത്ത. നിന്നെന്തിനാ അവര് കൊല്ലണേ? പറയൂ ബോബി, എന്തിനാ അവര് കൊല്ലാൻ നടക്കണേ? ഇനി നീ നാട്ടിലേക്ക് പോണത് ശരിയല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റുള്ളവർ അറിഞ്ഞ സ്ഥിതിക്ക് അത് കൂടുതൽ ആപത്തുകൾ ഉണ്ടാക്കും. അതിനു മുമ്പ് ആ പയ്യനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവനെ കത്തിച്ച് ചാമ്പലാക്കിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഇറങ്ങി തിരുമേനി. ഓ വന്നേ. ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം, മാധവാലയം. തിരുമേനിയെ പോലെ ആരോരുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ. അതുവോ? അങ്ങനെ ഒരാളോ? ചുരുങ്ങിയത് ഒരു 10 പേരെങ്കിലും ദിവസം സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല. വന്നേ. അല്ലേ, ഞാൻ ആനേനെ പേടിച്ച് ആശുപത്രി ഇതിലെ വന്നേ. അപ്പൊ ഇതിനെ കൊടുക്കോ? ടാക്സിയിലല്ല വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും. ഐശ്വര്യമായിട്ട് വലത് കാലെടുത്ത് വെച്ച് വന്നാട്ടെ. വരൂ. അടുത്തായ നന്നായി. ചായക്കട വരാലോ? ചായക്കട വരണ്ട, ഞാൻ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. കേറുവാ. ചെല്ലപ്പാ കാശ് മേടിച്ചോണ്ടിരാ. അപ്പൊ സരസുനെ കാണാനോ? സരസുവിനെ കാണിക്കാൻ തന്നെ. ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആലയം? ഇതാ കുരങ്ങൻ തട്ടിമറിച്ചിട്ടുണ്ടാവും. പിടിവിടെ തിരുമേനി. എന്തൊരു ബലം. അകത്തോട്ട് വന്നേ. മാധവൻകുട്ടി നോക്കി നിൽക്കാതെ അഴിച്ചു കൊടുക്കുന്നു. ബോബിയും രാധയും ആ വാസുവിന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? പുഴക്കരയുടെ അടുത്തുള്ള റോട്ട് കമ്മിലേക്ക് കൊണ്ടുപോകണമെന്ന് അവര് പറയണ ഞാൻ കേട്ടു. പേടിക്കണ്ട തിരുമേനി, ഞാനില്ലേ. രക്ഷപ്പെട്ടു.
കറക്റ്റ് കമ്പനി. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഒന്നും മെല്ലെ വിളി, ഒരാൾ കേൾക്കും നമുക്ക്. മാധവൻകുട്ടിയെ, അതെ, ഒന്നും കൂടി ഒച്ച കുറച്ചാൽ കെട്ടിടം പൊളിഞ്ഞോണ്ട. മാധവൻകുട്ടിയെ. ഈ വിളി ഓന്റെ അടുത്തെന്ന് വിളിച്ചാൽ ഓൻ കേൾക്കും. വരി. എന്താണ് കുറച്ചൊന്നും തരുന്നത്? അതാണ് മോനെ റമ്മ്. റമ്മോ? ഓ റമ്മ് ദീപ്പാ. എനിക്ക് ഇപ്പൊ എന്റെ കൂടി പോകാൻ നമുക്ക് ഒന്നിച്ചു പോവാ. നിങ്ങള് കഴിഞ്ഞേ ഇവിടെ ഇരിക്കും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ആര് ചോദിച്ചാലും മുസ്തഫന്റെ ഡാഡിയാന്ന് പറഞ്ഞാൽ മതി. മുസ്തഫന്റെ ഡാഡി, അതെ, മുസ്തഫന്റെ വാപ്പാന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം ഒന്ന് കൂട്ടിലേക്ക് വലിയ പേടിയാ. ഞാൻ ഒപ്പം വരാം. അല്ല ഞാൻ വലിക്കുവാണോ? വലിയവും വിടുന്നില്ല, പന്ന തിരുമേനിയും വിടുന്നില്ല. ആ കുട്ടിയെ കിട്ടി. നീ അവനെ കൊണ്ടേ കാറിലെടുത്ത് ഞാൻ രണ്ടുപേരെ കൂടി അടിച്ചിട്ട്. വലുവും മറ്റോണ്ട് അടിക്കാൻ നിൽക്കണ്ട. ബ്ലേഡ് മേടിച്ച് തന്നാ മതി. എന്തിന്? വടിച്ചു വിട്ട എല്ലാവരുടെ തല അടിച്ചു പൊളിക്കാൻ എളുപ്പമാണ്. ബ്ലേഡും കൊണ്ട് ചെന്നാ മതി, അവന്മാര് നീട്ടി തരും. അയ്യോ തിരുമേനി. അജയരെ, ആദ്യം തന്നെ ആനപ്പുറത്ത് കൊണ്ട് കാലൊടിഞ്ഞു. പിന്നെ കുരങ്ങ് എന്റെ മനം കെടുത്തി. ഇപ്പൊ കുറെ മുട്ടാളന്മാരെ മേത്ത് പിടിക്കുക, അടിക്കുക. പണ്ട് കുടി കഴിഞ്ഞതും പറയ ചത്തു. ഇപ്പൊ ഇവിടെ വളമ്പണ്ട. നമ്മൾ രണ്ടാളും ഒത്തു നിന്നാൽ ഇവിടെ സകല മാറികളെയും ഒതുക്കാൻ കഴിയും. നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു നല്ല കാര്യത്തിനല്ലേ തയ്യാറ്? ഞാൻ കുടിക്കാൻ കഴിയും. വന്നോളൂ. പയ്യനെ കിട്ടി. എന്നെ പിടിക്കരുത്. ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ. തിരിപ്പോ അവരെന്താക്കും? പോലീസിൽ ഏൽപ്പിക്കാനോ? മോനെ പോവാ. ഞാൻ വരൂല. ഇല്ല, ഞാൻ ഇവിടുന്ന് പോവില്ല. അങ്ങനെ പറയരുത്. എന്നാ നിങ്ങളും വാ എന്റെ കൂടെ. പ്ലീസ്, ഞങ്ങളുടെ ആഗ്രഹം അതാണ്. വേണ്ട സാർ, പ്രായത്തിന്റെ കൗതുകം കൊണ്ട് ബോബിക്ക് ഇപ്പൊ അങ്ങനെ തോന്നും. പിന്നെ കുറെ കഴിയുമ്പോ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും.
മോച്ചല്ലേ ഞാനല്ലേ പറയുന്നത്. പേടിക്കണ്ട, ഇനി ആ വക ഏർപ്പാടുകൾ അവനുണ്ടാവില്ല. എല്ലാം ഓക്കെ.